നമസ്കാരം. ഇന്ത്യ ചൈന തർക്കം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ അതിർത്തികളിൽ ചൈന സ്ഥിരമായി പ്രകമ്പനം സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനും യോജിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് ചൈന അറിയിച്ചു കഴിഞ്ഞു. അതിർത്തി സംബന്ധമായി ചൈനയുമായുള്ള പ്രശ്നങ്ങളിൽ 75% പരിഹരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കി. ഇത് ശരിവെച്ചുകൊണ്ടാണ് ചൈനയുടെ ഇപ്പോഴത്തെ പ്രസ്താവന. കിഴക്കൻ ലഡാക്കിൽ ഗാൽവൻ താഴ്വര ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ നിന്ന് സൈന്യം പിൻവാങ്ങിയെന്നും അതിർത്തി മേഖലകളിൽ സ്ഥിതിഗതികൾ സുസ്ഥിരമാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഡയറക്ടർ വാങ്ങി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിർത്തി വിഷയത്തിൽ ഉൾപ്പെടെ നടത്തിയ ചർച്ചകളിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. പരസ്പര ധാരണയും വിശ്വാസവും പുലർത്തി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഇതിനായി നല്ല രീതിയിൽ ആശയവിനിമയം തുടരാനും തീരുമാനിച്ചതായി വ്യക്തമാക്കിയിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തവും ഇരു രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലുമാണെന്ന് വിദേശകാര്യ വക്താവ് മാവോ നിങ് അറിയിച്ചു. അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങളിൽ 75% പരിഹരിച്ചതായും ഇനിയും 2 രാജ്യങ്ങൾക്കിടയിലും ധാരാളം ചെയ്യാനുണ്ടെന്നും എസ് ജയശങ്കർ പ്രതികരിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്, നേരത്തെയും ഇന്ത്യയും ചൈനയ്ക്കും ഇടയിൽ വളരെ അടുത്ത ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 2020-ൽ 1-ലധികം കരാറുകളുടെ ലംഘനമാണ് നടന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിരവധി ചൈനീസ് സൈനികർ എത്തി. ഇതിന് മറുപടിയായി ഇന്ത്യയുടെ സൈനികരെയും അവിടേക്ക് മാറ്റേണ്ടതായി വന്നു. ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും പ്രശ്നപരിഹാരങ്ങൾ ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഇരുപക്ഷത്തിനും അവസരം ലഭിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ദൃഢമാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടും. തർക്കബാധിത മേഖലകളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനും ഇരുപക്ഷത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് ഇന്ത്യയും ചൈനയും തീരുമാനിച്ചതുമെന്നാണ് വ്യക്തമാക്കിയത്. ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും വലുതുമായ നിരവധി പ്രദേശങ്ങളുടെ പരമാധികാരത്തെ ചുറ്റിപ്പറ്റിയാണ് ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്ത്യ ചൈന അതിർത്തി തർക്കം. ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ 3400 കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യ ചൈനയുമായി അതിർത്തി പങ്കിടുന്നത്. 1962-ൽ ചൈനീസ് ഇന്ത്യൻ സൈനികർ അതിശക്തമായി അതിർത്തിയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിർത്തിയിലെ സംഘർഷങ്ങൾ തിളച്ചു മറിയുകയായിരുന്നു. ലഡാക്കിലും മറ്റ്മഹോൺ ലൈനിനും കുറുകെ ചൈന ഒരേ സമയം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 1967-ൽ സിക്കിം മേഖലയിൽ ഒരു അതിർത്തി സംഘർഷമുണ്ടായി. 1987-ലും 2013-ലും യഥാർത്ഥ നിയന്ത്രണ രേഖയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായി. 1993-ലും 96-ലും അതിർത്തി പ്രശ്നത്തിന്റെ അന്തിമ പരിഹാരത്തിനായി കരാറുകൾ ഒപ്പുവെച്ചു. 2020 കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ പാങ്കോങ് സോ തടാകം മേഖലയിൽ ഇരുപക്ഷത്തെയും സൈനികർ തമ്മിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായി. തുടർന്ന് വ്യാപാര ബന്ധങ്ങൾ ഒഴികെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള മരവിച്ച അവസ്ഥയിലേക്ക് മാറി. 2020-ൽ അതിർത്തിയിലെ സംഘർഷത്തിൽ നിരവധി സൈനികരെയാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ചൈനയുടെ ഇനിയുള്ള നീക്കങ്ങൾ അറിയാൻ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.